കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ അമിത്ഷാ നടത്തിയ പ്രസംഗം ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നു. അതിൽ അദ്ദേഹം എടുത്തു പറയുന്നു, ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഭീകരവാദികളുടെ കണ്ണിൽ നോക്കിയിരിക്കുകയല്ല ഞങ്ങൾ ചെയ്യുന്നത്, കണ്ണുകൾക്ക് നടുവിൽ തിരുനെറ്റിയിൽ തന്നെ നിറയൊഴിക്കുകയാണ് ചെയ്യുന്നത്. മുൻപ് തീവ്രവാദികൾ കൊല്ലപ്പെടുമ്പോൾ അവ ശവഘോഷയാത്രകൾ നടത്താറുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കൊല്ലപ്പെടുന്നത് എവിടെയാണോ അവിടെ തന്നെ സംസ്കരിക്കുകയാണ് പതിവ്. മുൻപ് ഈ കൊല്ലപ്പെടുന്ന ഭീകരരുടെ ബന്ധുക്കൾക്ക് സർക്കാർ ആനുകൂല്യം നൽകിയിരുന്നെങ്കിൽ ഇപ്പോൾ അത്തരം ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ നൽകുന്നില്ല. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതോടുകൂടി തന്നെ ഇപ്പോൾ കാശ്മീർ ശാന്തമായിരിക്കുന്നു, യുവാക്കൾ ഭീകരവാദത്തിൽ നിന്ന് പിന്മാറി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അമിത്ഷാ പറഞ്ഞത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഗണ്യമായ രീതിയിൽ തീവ്രവാദം കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കണക്കുകളും അദ്ദേഹം പറയുകയുണ്ടായി. 2004-ലും 2014-ലും ഇടയിൽ കാശ്മീരിൽ 7217 ഭീകരാക്രമണങ്ങൾ നടന്നപ്പോൾ 2014 മുതൽ 2024 വരെ, അതായത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഭീകരാക്രമണങ്ങൾ 2242 മാത്രമാണ് നടന്നത്. അതായത് 70% കുറവ് സംഭവിച്ചിരിക്കുന്നു. സീറോ ടോളറിസം എന്ന് പറയുന്ന ഒരു നയവുമായി മുൻപോട്ട് പോയ നരേന്ദ്രമോദി സർക്കാരിനോടൊപ്പം അമിത്ഷാ കൂടി മുൻപന്തിയിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത്. ഒപ്പം തന്നെ അമിത്ഷാ പറഞ്ഞ മറ്റൊരു കാര്യം, ഉറിയിലും പുൽവാമയിലും ആക്രമണങ്ങൾക്ക് പാകിസ്ഥാനിൽ കടന്ന് ഇന്ത്യൻ വായുസേന തക്കതായ മറുപടിയും കൃത്യമായ സന്ദേശവും നൽകി. കാശ്മീരിൽ പതിറ്റാണ്ടുകളായി നിരോധിക്കപ്പെട്ടിരുന്ന മുഹറം പോലെയുള്ള ഘോഷയാത്രകൾ ഇന്ന് കാശ്മീരിൽ നടക്കുന്നു. സിനിമാ തിയേറ്ററുകൾ സജീവമാണ്. G20 ഉച്ചകോടി നടക്കുകയുണ്ടായി. 2019-2024 അതായത് കഴിഞ്ഞ 5 വർഷം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ മാത്രം 40,000 സർക്കാർ ജോലികൾ നൽകിയിരുന്നു. 1.51 ലക്ഷം തൊഴിലവസരങ്ങൾ ഈ കാശ്മീരിൽ സൃഷ്ടിക്കപ്പെട്ടു. ഒരു പ്രധാനമന്ത്രി, ഒരു ഭരണഘടന, ഒരു പതാക എന്നതാണ് നമ്മളുടെ മുദ്രാവാക്യം എന്നുകൂടി പറയുമ്പോൾ കാശ്മീരിനെ അക്ഷരാർത്ഥത്തിൽ എങ്ങനെയാണ് ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിനു ശേഷം കേന്ദ്ര സർക്കാരും അമിത്ഷായും വരച്ച വരയിൽ നിർത്തിയതെന്നുള്ള കൃത്യമായ ചിത്രം അത് നമുക്ക് നൽകുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.